വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പ്രഭാതത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. കുറേ പേര് പറയുന്നുണ്ട്. നൗഷാദ് മമ്പാട്, ഗുഡ് മോർണിംഗ് പ്രവിത സ്മിത, വെരി വെരി സോറി, വരാൻ കുറച്ച് വൈകി, കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകൾ അതിനുവേണ്ടിയാണ് കാണിക്കുന്നത്. ഇതുവരെ എന്തെല്ലാം വാർത്തകൾ വന്നു. പിന്നെ കുറേ പേര് ഈ ആന എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന് ഇങ്ങനെ ഇന്നലെ പ്രശ്നമുണ്ടായി, അതിലെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതിന് എന്ത് നടപടികൾ വേണം, അക്കാര്യമൊക്കെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ദൃശ്യങ്ങൾ കാണാൻ ഹസീന പറയുന്നുണ്ട്. അപ്പം ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുണ്ട്. സമയം പറയാതെ കുറേ സമയമായല്ലോ എന്ന് മാൻവി വ്ളോഗ്സ് പറയുന്നു. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 36 മിനിറ്റാണ്. മാൻവി ഗുഡ് മോർണിംഗ് പ്രവീ സ്മിത എന്ന് ഷാനു പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമന്റ്സ്. പുൽവാമ ദിനമാണെന്ന് ചില പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ പറഞ്ഞല്ലോ. അപ്പം വാലന്റൈൻസ് ദിനം ആയതുകൊണ്ടാണോ സ്മിത റെഡ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെ. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 39 മിനിറ്റാണ്. ചില പ്രേക്ഷകർ നമ്മൾ സമയം പറയുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 6 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. അപ്പൊ നമുക്കിനി നേരെ മണിപ്പൂരിലേക്ക് പോയാലോ സ്മിത. അവിടെ CRPF ക്യാമ്പിൽ വെടിവെപ്പ് ഉണ്ടായെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. 2 സഹപ്രവർത്തകരെ വെടിവെച്ച് കൊലപ്പെടുത്തി ജവാൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിനിത വിജയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഈ മണിപ്പൂരിൽ നിന്ന് ഇതുപോലെ പല പല വാർത്തകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വാർത്തകളെല്ലാം സംഘർഷങ്ങളുടെ വാർത്തകളാണ്. ഇത് വ്യത്യസ്തമായൊരു വാർത്ത. ഇതെന്താണ് അവിടെ ക്യാമ്പിൽ സംഭവിച്ചത്? ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, സുഹൃത്തുക്കളെ കൊലപ്പെടുത്തുന്നു, എന്താണ് കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത്? സ്മിത, ഇന്നലെ ഏതാണ്ട് രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇതിൽ ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ CRPFന്റെ ഒക്കെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പ്രകോപനത്തിന് പിന്നിലെന്ന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 സഹപ്രവർത്തകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ജവാൻ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം ഈ CRPF ക്യാമ്പിൽ വെടി ഉതിർക്കുകയായിരുന്നു. 8 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവർക്ക് വലിയ നിസാര പരിക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ക്യാമ്പിലാണ്, ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ CRPF ക്യാമ്പിലാണ് ഈ വെടിവെപ്പ് ഉണ്ടാവുന്നത്. എന്താണ് ഇതിന്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു. മണിപ്പൂരിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ നോക്കിയാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ സൈന്യത്തെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും ഇംഫാൽ അടക്കമുള്ള മേഖലകളിൽ വിന്യസിച്ചു. ബീരേൻ സിംഗിന്റെ രാജിക്ക് പിന്നാലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും നിയമസഭ സമ്മേളിക്കേണ്ട കാലാവധി അതിക്രമിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറങ്ങിയത്. അതേസമയം മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് BJP. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചെങ്കിലും നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ലെന്ന് മണിപ്പൂർ BJP അധ്യക്ഷ ശാരദാദേവിയും MP സമ്പത് പാത്രയും പ്രതികരിച്ചു. നമ്മൾ നേരെ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് ചർച്ചയായ വാർത്തയുടെ തുടർ വാർത്തയിലേക്കാണ്. പറഞ്ഞു വരുന്നത് പാതിവിന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആ കേസിനെ കുറിച്ചാണ് അല്ലേ സ്മിത? ഇന്നലെ അവിടെ കടവന്ത്രയിലെ അനന്തു കൃഷ്ണന്റെ ഓഫീസിൽ പരിശോധനകൾ നടത്തിയിരുന്നു. പ്രധാന രേഖകൾ പലതും കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നും ക്രൈംബ്രാഞ്ചിന്റെ ആ പരിശോധന തുടരും. ഇന്നലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡ്, അതിനെ തുടർന്ന് ഇന്നും ഈ പരിശോധന തുടരുന്നു. അനന്തുവിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഓരോ കേസിലും അനന്തുവിനെ പ്രത്യേകം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇത് പൂർത്തിയായ ശേഷമാകും 2ാം ഘട്ട അന്വേഷണം. അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്ന സമയമാണല്ലേ സ്മിത? നമ്മൾ വരുന്നു അല്ലെ? ഇപ്പൊ കുറച്ചുകൂടി ദൃശ്യങ്ങൾ വ്യക്തമാകുന്നുണ്ടാവും. നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഒരു തവണ. അപ്പൊ ഈ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ഭംഗിയല്ല ഇപ്പോ. അതെ, ഓരോ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മരങ്ങൾ ഇലയൊക്കെ തീരെ ഇല്ലാണ്ടായി, ഇല പൊഴിച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മഞ്ഞ് കുറഞ്ഞു. ഒരുപാട് ചീനവലകൾ കൂടുതലുള്ളൊരു, അപ്പുറത്ത് ഇത്രയും ചീനവലകളില്ല. ഈ വശത്ത് നമ്മൾ അപ്പുറത്തുനിന്ന് പോകുമ്പോൾ ഗോശ്രീ പാലത്തിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയുടെ അത് വിദൂര ദൃശ്യമാണെങ്കിൽ ഇത് കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവുന്ന ദൃശ്യങ്ങളാണ്. മനോഹരമാണ് ഈ പ്രകൃതി. വാർത്തയിലേക്ക് പോയാൽ, ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായതോടെ CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘടനാപരമായ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടക്കും. റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കി സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. സംസ്ഥാന സമിതിയാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് അന്തിമമാക്കുക. പുതിയ മദ്യനയവും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. അടുത്ത ബുധനാഴ്ച മുന്നണി യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ മദ്യനിർമ്മാണശാല, കിഫ്ബി, യൂസർ ഫീ വിഷയങ്ങളും ചർച്ചയായി.
വീണ്ടും പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ നമ്മൾക്ക് ഗുഡ് മോർണിംഗ് നേരുന്നുണ്ട്. തിരിച്ചും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ എന്താ, ബിജു PC പറയുന്നു, എപ്പോഴും നേരെയാണ് പോകുന്നത്, കുറച്ച് വളഞ്ഞ വഴിയൊക്കെ പോകൂ പ്രവിതാന്ന്. വഴി തെറ്റിക്കാനുള്ള നീക്കമാണോ? ആനയില്ലെങ്കിൽ ഉത്സവം ആവില്ലേ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. അപ്പം നിരവധി പ്രേക്ഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് നേരുന്നുണ്ട്. പാവം വിനീത കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം സന്തോഷമുള്ള വാർത്തകൾ ചുരുക്കമാണല്ലോ എന്ന് സീന മുഹമ്മദ് വിനീതയോട് ചോദിക്കുന്നുണ്ട്. എന്താണ്, നമ്മുടെ നാട്ടിലെ ഏറനാട് താലൂക്കാണ് 24 ന്യൂസ് റിപ്പോർട്ടർമാരുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എന്തായാലും പറയൂ. നമുക്ക് അതുപോലെ റിപ്പോർട്ടേഴ്സിന്റെ നമ്പർ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവരത് തരും. അതെ, നമ്മൾ പലപ്പോഴും എഴുതി കാണിക്കാറുണ്ടല്ലോ, നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ നമ്മൾ എഴുതി കാണിക്കാറുണ്ട്. അതിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്പറുകൾ അറിയിക്കും. പവിത്രൻ പറഞ്ഞു, ഞാൻ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി, ഇനി കുറച്ചു നേരം നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. നിൻ പാൽ പുഞ്ചിരിയിൽ ഞാനറിയുന്നു എന്നോടുള്ള നീ സ്നേഹം പ്രിയനേ, നിൻ ഹൃദയ താളത്തിൽ നിൻ പൊൻവാക്കുകളിൽ ഞാനറിയുന്നു എന്നോടുള്ള നീ സ്നേഹം. നിർത്തിയോ? ഞാൻ വിചാരിച്ചു പ്രവിധ ഇനിയും പാടുന്ന നല്ല പാട്ട് അല്ലേ. പ്രേക്ഷകരുടെ കയ്യടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, PB രവികുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രജിനുണ്ടായിരുന്നെങ്കിൽ 2 പാട്ട് കേൾക്കാമെന്ന്. ഇത് 2 പാട്ടായില്ലേ? 2 പാട്ടായി, പരാതി തീർന്നില്ലേ? മാത്രമല്ല നമ്മൾ നിൽക്കുന്ന ഈ കാഴ്ച എത്ര മനോഹരമാണ്. പറ്റിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ പൂ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ പക്ഷി അവിടെ വന്നിരിക്കുമ്പോൾ അതിന്റെ ചില്ല അനങ്ങും. ഇപ്പൊ പൂവുകൾ ഇങ്ങനെ താഴേക്ക് വീഴും. ഇവിടെയൊക്കെ നിറച്ച ആ ഒരു പൂക്കള് വീണ് കിടപ്പുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പൊ ഈ ഭംഗിയുള്ള കാഴ്ചകളിൽ നിന്ന് വാർത്തയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നിന്ന് വന്ന വാർത്തയുണ്ടല്ലോ, ആ വാർത്ത വളരെ ദുഃഖകരമായ വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇന്നലെ ഈ ചേർത്തലയിൽ അമ്മ മരിച്ചതിനെ കുറിച്ച് മകൾ നൽകിയ മൊഴി, അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുന്നു. അതിനുശേഷം മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് അയാൾക്കെതിരെ, അച്ഛനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാരണം മുകളിൽ നിന്ന് വീണ് തലക്കേറ്റ ക്ഷതം കൊണ്ടാണ് അമ്മ മരിച്ചത് എന്നാണ്, മാതാവ് ചേർത്തലയിലെ വീട്ടമ്മ മരിച്ചത് എന്നാണ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മർദ്ദനമുണ്ടായിരുന്നു, പക്ഷെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, കൊലക്കുറ്റം നിലനിൽക്കില്ല എന്ന് പോലീസ് അറിയിച്ചിരുന്നു. മനീഷ് മഹിവാലാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. മനീഷ്, ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മകളാണ് അച്ഛനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്, പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വകുപ്പിലേക്ക് ഇപ്പോൾ ചുരുങ്ങിയത്. മുൻപ് കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴത് അങ്ങനെയല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ എപ്പോൾ ലഭ്യമാകും? പ്രവിത, ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരത്തിൽ തന്നെ ഈ മനഃപൂർവ്വമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് മുറിവുകളൊക്കെ തന്നെ സാധാരണ ഗതിയിൽ ഒരാൾ കോണിപ്പടിയിൽ നിന്ന് വീണാൽ ഉണ്ടാകുന്ന തരത്തിലാണ്. മനഃപൂർവ്വമായി ഭിത്തിയിലോ മറ്റോ ഇടിച്ചുണ്ടാകുമ്പോൾ ഈ രീതിയിലുള്ള മുറിവല്ല ഉണ്ടാകുന്നതാണ് പോലീസിന്റെ അതായത് പോലീസ് സർജൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചില്ലെന്ന് മനസ്സിലായിട്ടുള്ളൂ. നിലവിൽ പക്ഷേ ഈ ചുമത്തിയിട്ടുള്ള വകുപ്പ് സാങ്കേതികമായി നമ്മൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുമ്പോഴും ഭാരതീയ നിയമസംഹിത 105 സെക്ഷൻ 105 പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് കൊലപാതകമല്ലാത്ത നരഹത്യ എന്ന രീതിയിലാണ് കേസുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് കൂടിയാണ് ചുമത്തിയിട്ടുള്ളത്. നമുക്ക് സാങ്കേതികമായി പറയുമ്പോൾ അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതായത് വാഹനം ഒരാളെ ഇടിപ്പിച്ച് അയാൾ കൊലപ്പെടുമ്പോൾ സാധാരണ ചുമത്തുന്ന വകുപ്പ് പോലെ അല്ല ഇത്. ഇതിനകത്ത് സെക്ഷന് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഗുരുതരമായ ഒരു വകുപ്പിനകത്തുണ്ട്. പക്ഷേ കൊലക്കുറ്റം മനഃപൂർവ്വമായി ആസൂത്രണം ചെയ്തൊരു കൊലപാതകമല്ല എന്ന രീതിയിലുള്ള കണ്ടെത്തലാണ് പോലീസിനുള്ളത്. അത് പ്രധാനമായും പോലീസ്
പോലീസ് സാഹചര്യ തെളിവുകളൊക്കെ തന്നെ അതിൽ നിന്നും ശേഖരിച്ചെന്നും മനസ്സിലായത് ഈ ആശുപത്രിയിൽ ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ 1 മാസത്തോളം ഇയാൾ ആശുപത്രിയിൽ ഈ ബൈസ്റ്റാൻഡറായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആശുപത്രി അധികൃതരുടെ മുമ്പിലൊക്കെ തന്നെ ഇയാളുടെ പെരുമാറ്റത്തിലൊന്നും സംശയം തോന്നിയില്ല. ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പല കാര്യങ്ങളും ചെയ്തു എന്നൊക്കെ തന്നെ ആശുപത്രിയിൽ നിന്നും പോലീസ് സംഘത്തിന്റെ തെളിവെടുപ്പിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മനഃപൂർവ്വമായി അല്ലെങ്കിൽ ഇയാളൊരു ആസൂത്രണം ചെയ്ത് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്താത്തത്. പക്ഷെ മകളുടെ മൊഴി അങ്ങനെയല്ല. മകൾ പറയുന്നത് അച്ഛൻ കൊലപ്പെടുത്താൻ വേണ്ടി ഈ രീതി ചെയ്തു എന്നുള്ളതാണ്. ഒപ്പം തന്നെ തന്നെയും ഈ രീതിയിൽ അമ്മയ്ക്ക് വന്നതുപോലെ തനിക്കും വരുമെന്ന രീതിയിൽ അമ്മയുടെ മരണത്തിന് ശേഷം തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് മകളുടെ മൊഴി. അതുകൊണ്ടാണ് അതുമല്ല ഈ സോണി, അതായത് അച്ഛൻ സോണിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം ചോദ്യം ചെയ്തതിന്റെ പേരിൽ അമ്മ സജീവമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും മകൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കുടുംബത്തിന്റെ പ്രതികരണം കൂടി വരേണ്ടതുണ്ട്. എന്നാണ് ഈ നിലവിൽ പോലീസിന്റെ ഈ നിയമ നടപടിയിൽ തൃപ്തരാണ്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇനി വയനാട്ടിലേക്കാണ്. വയനാട് നൂൽപ്പുഴയിലെ വനഗ്രാമമായ കാപ്പാട് ഉന്നതിക്ക് സമീപം യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വനംവകുപ്പ്. പ്രദേശത്തുള്ള കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനംവകുപ്പ് നടപടി തുടങ്ങി. മുത്തങ്ങയിൽ നിന്ന് വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളെ എത്തിച്ചാണ് കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കുന്നത്. രാപ്പകൽ പട്രോളിംഗും പ്രദേശത്ത് ശക്തമാക്കി. കുണ്ടൂർ മുതൽ കാപ്പാട് ഊട്ടി റോഡ് വരെയുള്ള 2 കിലോമീറ്റർ ദൂരത്തെ കിടങ്ങും ഹിറ്റാച്ചി യന്ത്രം ഉപയോഗിച്ച് നവീകരിക്കാൻ തുടങ്ങി. ഈ മേഖലയിലെ ഫെൻസിംഗും തമിഴ്നാട് വനം വകുപ്പുമായി സഹകരിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിച്ചെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലാണ് വെള്ളരി ഉന്നതിയിലെ മാനു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയുടെ അനുമതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എലപ്പുള്ളി പഞ്ചായത്തിൽ CPIM എന്ന അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. 8 അംഗങ്ങളുള്ള CPIMന്റെ അവിശ്വാസ പ്രമേയം പാസ്സാകാൻ 12 പേരുടെ പിന്തുണ വേണം. 9 അംഗങ്ങളാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കോൺഗ്രസ് BJP അംഗങ്ങളുടെ തീരുമാനം. അതേസമയം അവസാന നിമിഷവും കൂടുതൽ പിന്തുണയ്ക്ക് വേണ്ടി ശ്രമിക്കാമെന്ന നിലപാടിലാണ് CPIM. ഇന്ന് രാവിലെ 10:30 അവിശ്വാസ ചർച്ച തുടങ്ങും. അപ്പോൾ ഈ എലപ്പുള്ളി പഞ്ചായത്തിലെ അവിശ്വാസ ചർച്ച അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ? പ്രതിപക്ഷത്തിൻ്റെ ഇത്രയും വലിയ പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ വിഷയത്തിൽ അവിടെ പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം വരുന്നത്. അപ്പോൾ 10 മണിക്കാണ് ചർച്ച. അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. തലക്കെട്ടുകളിൽ ഇടം പിടിക്കും. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 6:57 ഒരുപാട് പ്രേക്ഷകർ കമന്റ് വായിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് സമയപരിധി ഉള്ളത് കൊണ്ടാണ് കമന്റിലേക്ക് പോകാത്തത്. അപ്പം ഒരു പ്രേക്ഷകൻ എലിസ് പറയും നമ്മൾ പുറത്ത് അല്ല അകത്ത് നിന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്നിട്ട് പുറത്താണെന്ന് പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, നമ്മൾ പുറത്ത് തന്നെയാണ് കേട്ടോ. ട്വിൻസ് വാക്ക് വേ അവിടെയാണ് നമ്മളുള്ളത്. ഒരുപാട് പേര് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വാർത്തകൾ ഒരുപാട് വരുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യവും. അടുത്ത വാർത്തയിലേക്ക് പോയാലോ പ്രവിത? കോഴിക്കോട് വടകരയിൽ കാർ ഇടിച്ച 9 വയസ്സുകാരി ദൃഷാണ അബോധാവസ്ഥയിലാകുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. അശ്രദ്ധമായി വാഹനമോടിച്ചുണ്ടായ മരണത്തിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും വടകര പോലീസ് എടുത്ത കേസിലാണ് കുറ്റപത്രം നൽകുക. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത കേസിൽ കുറ്റപത്രം അടുത്ത ആഴ്ച സമർപ്പിച്ചേക്കും. നാദാപുരം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 കേസിലും പ്രതി ഷെജീലിന് ജാമ്യം ലഭിച്ചിരുന്നു. അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ കവിത ചൊല്ലിയില്ല എന്ന് വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ. ആനന്ദത്തിന്റെ സമുദ്രത്തിൽ ഇങ്ങനെ ഞാൻ എന്നും കഴിഞ്ഞുവെങ്കിൽ സങ്കൽപ്പലോകത്തിലെങ്കിലും ഇങ്ങനെ സംഗീതമായിട്ടലിഞ്ഞുവെങ്കിൽ. ചങ്ങമ്പുഴയാണ്. അപ്പോൾ പ്രണയത്തിലായിരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സും അങ്ങനെയാണ്. സങ്കല്പമായിരിക്കാം ഒരു പക്ഷെ, എങ്കിലും ഇങ്ങനെ സംഗീതം പോലെ അലഞ്ഞ് നടക്കണം. കൊള്ളാം. അടുത്ത വാർത്തയിലേക്ക് പോയാലോ? പെട്ടെന്ന് നമുക്ക് മറ്റു വാർത്തകൾ നോക്കിയാൽ നീ പോകുന്നത് കായിക വാർത്തയിലേക്കാണ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് നിലവിലെ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 വഡോദരയിലെ BCA സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുന്നത്.
വനിതാ ക്രിക്കറ്റിന് പുത്തനുണർവ് നൽകിയ വുമൺസ് പ്രീമിയർ ലീഗിന്റെ 3ാം പതിപ്പിന് ഇന്ന് കൊടിയേറ്റം. 2 നിന്ന് 4 വേദികളിലേക്കുള്ള വികാസവും കൂടുതൽ മികവുറ്റ താരങ്ങളെത്തുന്നതും പുതിയ എഡീഷന്റെ ആവേശം കൂട്ടും. കിരീടം നിലനിർത്താനെത്തുന്ന സ്മൃതി മന്ദാനയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, കപ്പ് വീണ്ടെടുക്കാനെത്തുന്ന ഹർമൻപ്രീത് കൗറിന്റെ മുംബൈ ഇന്ത്യൻസ്, കഴിഞ്ഞ 2 ഫൈനലുകളിലും കാലിടറിയതിന്റെ നിർഭാഗ്യം മാറ്റാൻ മേഘ് ലാനിങ്ങിന്റെ ഡൽഹി ക്യാപിറ്റൽസ്, അലീസ ഹിലിക്ക് പരിക്കേറ്റതോടെ ദീപ്തി ശർമ്മയിൽ വിശ്വാസമർപ്പിച്ച UP വാരിയേഴ്സ്, കഴിഞ്ഞ 2 തവണയും അവസാന സ്ഥാനക്കാരായതോടെ ബേത്ത് മൂണിയെ മാറ്റി ആഷ്ലി ഗാർഡനറെ ക്യാപ്റ്റനാക്കി വമ്പൻ തിരിച്ചുവരവ് മോഹിക്കുന്ന ഗുജറാത്ത് ജയന്റ്സ്. ഒന്നിനൊന്നും മെച്ചപ്പെട്ട സംഘങ്ങളാണ് ഇത്തവണ. ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടത്തോടെ തുടങ്ങുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ മാർച്ച് 15-ന് മുംബൈയിലാണ്. ലീഗിലെ മലയാളി സാന്നിധ്യവും കൂടുന്നു. അണ്ടർ 19 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ ഏക മലയാളിയായിരുന്ന VJ ജോഷിതയെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്വന്തമാക്കിയതോടെ 4 മലയാളികളായി ലീഗിൽ. മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായ സജന സജീവൻ, ഡൽഹി ക്യാപിറ്റൽസിലെ മിന്നുമണി എന്നിവരാണ് WPLലെ മറ്റ് മലയാളി താരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ അതാണ് കായിക ലോകത്ത് നിന്നുള്ള വിവരങ്ങൾ. ഇനി നമുക്ക് കമന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഷാദ് ചോദിക്കുന്നു, പ്രവിത സ്മിത എന്നെ മറന്നു. ഗുഡ് നൈറ്റ് ഷോയിൽ സ്ഥിരം പ്രജൻ ഉണ്ടാകുമായിരുന്നു കൂടെ എന്ന് പറയുന്നുണ്ട്. പ്രജൻ ഈ പരിപാടിയിലും ഉണ്ട്. കുറച്ച് ദിവസത്തെ അവധി എടുത്ത് പോയതാണ്. പ്രജൻ മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിട്ട് പ്രേക്ഷകർക്കൊപ്പം ജോയിൻ ചെയ്യും. അങ്ങനെ പ്രജൻ എവിടെ, ക്രിസ്ത്യൻ എവിടെയെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും ഉടൻ തന്നെ മടങ്ങിയെത്ത് എവിടെയും പോയിട്ടില്ല കേട്ടോ. രണ്ടുപേരും സഹോദരിമാരെ പോലെ ഉണ്ടെന്ന് ഷാജി പറയുന്നുണ്ട്. പക്ഷെ കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട്, എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴേ നിങ്ങൾ തമ്മിൽ റിലേറ്റീവ്സ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അശോക് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇന്ന് വാലന്റൈൻസ് ഡേ മാത്രമല്ല, എന്നൊരു സങ്കട ദിനം കൂടിയാണ്. അതെ, പുൽവാമ ദിനമാണ്. നമ്മളത് പറഞ്ഞിരുന്നു നേരത്തെ തന്നെ. അത് താങ്കൾ താമസിച്ച് വന്നതുകൊണ്ട് കേൾക്കാഞ്ഞതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ, മെസ്സേജ് വായിച്ചില്ല എന്ന് സംഗീത പിണങ്ങി പോവാണെന്ന് തോന്നല്ലേ? അതെ, ഗുഡ് മോർണിംഗ്. യോയ പറയുന്നു, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 10 വർഷമായി പ്രണയിക്കുന്നു, ഇനിയും പ്രണയിക്കാൻ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും അങ്ങനെ സ്നേഹിച്ചും പ്രണയിച്ചും ഒക്കെ ഒരുപാട് വർഷം അങ്ങനെ ജീവിക്കാം. ഗുഡ് മോർണിംഗ്, യു ആർ ഡൂയിങ് വണ്ടർഫുൾ എന്ന് വിനീഷ് പറയുന്നുണ്ട്. താങ്ക് യു. അപ്പം തോമസ് കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ, PJ തോമസ് ആണ് പറയുന്നത്, നിങ്ങൾ എന്താ കമന്റ്സ് വായിക്കാത്തത്, പേര് മാറ്റിയിട്ടാലേ വായിക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, നമുക്ക് വാർത്തകൾക്കല്ലേ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഷാനിബ് പറയുന്നു, ഷാനിബ് തിരൂരിന്റെ കമന്റ് വായിച്ചിട്ടില്ല, ക്രിസ്റ്റീന ചെറിയാന്റെ ഫാനാണ്. 5:40 എണീറ്റ് ഷാനിബ് ഇപ്പൊ സങ്കടത്തിലാണ്. ഷാനിബ് സങ്കടപ്പെടണ്ട, ക്രിസ്റ്റീന ചെറിയാൻ അധികം വൈകാതെ തിരിച്ചെത്തും. ഇനി 1-2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തും കേട്ടോ. അപ്പം കാക്കയെ ശ്രദ്ധിക്കണമെന്ന് എലിയാസ് പറയുന്നുണ്ട്. ശരിയാ, മറ്റേ ജഗദീഷ് ആ സിനിമയിൽ പറയുന്ന പോലെ അവസ്ഥ എത്തുമെന്ന് അതിന്റെ പേടി ഇല്ല. പക്ഷേ ഈ മരമൊക്കെ ഇവിടെ ഇല പൊഴിച്ചാണ് നിൽക്കുന്നത്. അപ്പം എന്നിട്ട് പോലും ഇവിടെ വന്ന് കാക്കയുടെ, അപ്പം സ്മിത നേരത്തെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ കാക്ക ഇവിടെ വന്നിരിക്കുന്നതെന്ന്. അപ്പം തന്നെ ഇപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ പതുക്കെ സൂര്യൻ ഉദിച്ച് വരുന്ന ദൃശ്യമുണ്ട്. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അവിടെ മുഴുവൻ മറച്ചിരിക്കുകയാണ്, അവിടെ ബിൽഡിങ്ങിന്റെ പണി നടക്കണം. അപ്പം അങ്ങനെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും വാലന്റൈൻസ് ഡേ ദിനാശംസകൾ നേരുന്നു. സ്നേഹിച്ചും പ്രണയിച്ചും ഒരുപാട് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക. നമ്മൾ ഈ ബുള്ളറ്റിൻ പൂർത്തിയാക്കുകയാണ്.